തിരുവനന്തപുരത്തിനടുത്ത് മുളയറ എന്ന സ്വദേശവാസിയാണ് രജി. ഒരു കുഞ്ഞിനെ ലഭിക്കാൻ കഴിയാതെ നീണ്ട 10 വർഷങ്ങൾ കാത്തിരുന്ന നാളുകൾക്ക് വിരാമമിട്ടുകൊണ്ട് അത്ഭുതകരമായി ലഭിച്ച സന്താന ഭാഗ്യത്തിൻ്റെ വിസ്മയ സാക്ഷ്യം. ആശങ്ക നിറഞ്ഞ നാളുകൾക്ക് വിരാമമിട്ടുകൊണ്ട് ഈ സഹോദരിയുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ അത്ഭുത പ്രവൃത്തിയുടെ സാക്ഷ്യം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹം വിലയേറിയതുമായ നല്ല സമയത്തെ ഓർത്തിട്ട് കർത്താവിനെ അധികമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ മധ്യ ഒരു സാക്ഷിയെ നിൽപ്പാൻ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ വലിയ ഭാഗ്യത്തെ ഓർത്തിട്ട് കർത്താവിനെ അധികമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് രജി എന്നാണ്. ഞാൻ മുളയറ പ്രദേശത്താണ് താമസിക്കുന്നത്. ജനിച്ചതും വളർന്നതും ഹിന്ദു സമുദായത്തിലാണ്. എന്നാൽ 24-ാമത്തെ വയസ്സിൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം എനിക്കൊരു കുടുംബജീവിതത്തെ തരുവാനിടയായി തീർന്നു. എൻ്റെ കുടുംബജീവിതം എന്ന് പറയുന്നത് അത് ക്രിസ്തീയ കുടുംബത്തിലേക്കാണ് ഞാൻ കടന്നുപോയി കുടുംബജീവിതം ആരംഭിച്ചെങ്കിലും എനിക്ക് 10 വർഷക്കാലം കുഞ്ഞുങ്ങളെ ലഭിക്കാതെ വണ്ണമായിരുന്ന ഒരവസ്ഥ എൻ്റെ ജീവിതത്തിനകത്തേക്ക് കടന്നു വന്നു. 2 വർഷക്കാലം ഞാൻ ഡോക്ടറെ പോയി സമീപിച്ച് ചികിത്സ ചെയ്തെങ്കിലും എനിക്ക് അതിനൊരു പ്രതിഫലം കാണുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിന്മേലുണ്ടായിരുന്നു. നിങ്ങൾക്ക് ദൈവം തലമുറകളെ ദൈവം തരും, പക്ഷേ നിങ്ങൾ സാമ്പത്തികമായ നന്മ അത് ആശുപത്രി സ്ഥാനത്തേക്ക് കടത്തിക്കൊണ്ടു പോകുവാൻ ശത്രുവാകും പദ്ധതി ഇട്ടിരിക്കുകയാണ്. അതുപോരാഞ്ഞിട്ട് നിങ്ങൾക്കൊരു ഭവനം കൂടെ ദൈവം തരുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്തം ഞങ്ങളുടെ ജീവിതത്തിന്മേൽ കടന്നു വരുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ വാഗ്ദത്തത്തിൽ ഉറച്ചു നിന്ന് ഞങ്ങൾ ദൈവസന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ സഭയായി ദൈവമക്കളായി ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിനകത്ത് പെട്ടെന്നൊരു രോഗം കടന്നു വരുവാനിടയായി തീർന്നത്. ഇതിനേക്കാൾ ഞങ്ങളുടെ ജീവിതത്തിനകത്തൊരു ഭവനം ദൈവം തരുവാനിടയാക്കി തീർന്നു. ആ ഭവനത്തിൻ്റെ പണി പകുതിയായപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു രോഗം എൻ്റെ ശരീരത്തിന്മേൽ കടന്നു വരുവാനിടയായി തീർന്നു. അതായത് ആദ്യം ഒരു ചെറിയൊരു വ്രണം എൻ്റെ കയ്യിൽ വന്നു. അത് പഴുത്ത് അത് പൊട്ടുന്നതായ സമയത്ത് അത് കഴിയുമ്പോൾ വേറൊരു വ്രണം എൻ്റെ ശരീരത്തിൽ വരുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ വളരെയധികം വേദനയാൽ ഞാൻ വളരെയധികം ഭാരപ്പെട്ടു. പല ആശുപത്രി സ്ഥാനത്ത് തന്നെ കൊണ്ടുപോയി ഈ രോഗത്തിന് വേണ്ടി പല ചികിത്സകളും ചെയ്തു. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം എൻ്റെ മേലുള്ള കൊണ്ട് ഞാൻ ഈ മരുന്നൊന്നും അധികമായി ഉപയോഗിക്കാതെ വണ്ണം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഭവനത്തിൻ്റെതായ പണി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കയ്യിലുള്ളത് അത് കാലിലേക്ക് മാറുവാനിടയായി തീർന്നു. കാലിലായി അത് എനിക്ക് തറയിൽ ഊന്നിപ്പോലും നിൽക്കുവാൻ കഴിയാത്തതായ ഒരവസ്ഥ. എനിക്ക് മറ്റുള്ളവരെ ആശ്രയിച്ച് മാത്രമേ എനിക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ആ ഒരു അവസ്ഥയിലാകുവാൻ ഇടയായി തീർന്നു. ഭർത്താവാണ് എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. രാവിലെ ആകുമ്പോൾ ഉപജീവനമാർഗത്തിന് കടന്നു പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റേതായ കാര്യങ്ങൾ നോക്കിയിട്ടാണ് കടന്നു പോകുന്നത്. എന്നാൽ ഞാൻ ഈ മെഡിസിൻ എനിക്ക് തരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും കഴിക്കാതെ വണ്ണം ദൈവത്തിൻ്റെ വാഗ്ദത്തം എൻ്റെ മേലുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു ഭവനം ദൈവം തരും, അതിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് തലമുറകളെ ദൈവം തരും. എന്നാൽ ഈ രോഗവും കടന്നു വരുമെന്നുള്ളതായ ആ വിഷയം എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഞാൻ ഈ മരുന്നിനെ ആശ്രയിക്കാതെ വണ്ണം ഞാൻ ദൈവത്തിൽ മുറുകെ പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ച ഒരു ദിവസം എനിക്ക് ഭയങ്കരമായ അസ്വസ്ഥത കൂടി എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ എനിക്ക് അവിടെ ചെന്നപ്പോൾ തറയിൽ ഊന്നാൻ പോലും വയ്യാത്തൊരവസ്ഥയായി പോയി. ഞാൻ അങ്ങനെ വളരെയധികം പ്രയാസപ്പെട്ട് അവിടെ എനിക്ക് ആരുടെ സഹായമില്ല. അങ്ങനത്തതായ ഒരവസ്ഥയിൽ ഞാൻ വളരെയധികം പ്രയാസപ്പെട്ട് അവിടെ നിന്നപ്പോൾ അവിടെ ഒരു ഡോക്ടറെ പോയി കാണുവാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഒരു ഗൈനക്കോളജിനെ പോയി കണ്ടു. അപ്പോഴേ അവിടെ നിൽക്കുന്നതെല്ലാം ഗർഭിണികളാണ്. അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്തേക്ക് ഞാൻ കടന്നു പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ഈ വ്രണവും കൊണ്ട് എന്തിനാണ് ഇവിടെ കടന്നു വന്നത്? നിങ്ങൾ വേറെ ഏതെങ്കിലും ഇത് സ്കിൻ ഡോക്ടറെ ആരെങ്കിലും നിങ്ങളിത് കൊണ്ട് കാണിക്കേണ്ടതല്ലേ? എന്തിനാണ് ഈ ഗർഭിണികളുടെ ഇടയിൽ കടന്നു വന്നത്? അവർക്കതൊരു അഗോചരമായി തീരുവാനിടയായി തീർന്നു. എന്നാൽ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാൻ 2 വർഷക്കാലം ഞാൻ ഈ ഡോക്ടറെ അടുത്താണ് വന്ന് എനിക്ക് കുഞ്ഞുങ്ങളില്ലാതെ വണ്ണായിരുന്ന സമയത്ത് ഞാൻ ഡോക്ടറെ വന്ന് കണ്ടിട്ടുണ്ട്. അന്ന് ഡോക്ടറാണ് എന്നെ ചികിത്സിച്ചത്. അപ്പോഴേട്ട് ഇപ്പോൾ എത്ര വർഷമായെന്നിട്ട് ഞാൻ പറഞ്ഞു 9 വർഷം കഴിഞ്ഞ് 10-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു കാര്യം ചെയ്യേ, നിങ്ങൾ ഇന്ന് ഇവിടെ ഇവിടെ നിന്ന് ഈ മെഡിസിൻ കൊണ്ടുപോയിട്ട് അടുത്ത മാസമാകുമ്പോൾ നിങ്ങൾ ഇവിടെ വരണം. ഇവിടെ വേറൊരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറിനെ കാണുവാൻ പറഞ്ഞു. എന്നാൽ ഞാൻ വീട്ടിൽ കടന്നു വന്ന് എടുത്തിട്ട് ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ദാനിയേൽ ദൈവസന്നിധിയിൽ 3 നേരം പ്രാർത്ഥിച്ചു. ഇതിൻ്റെ നടുവിൽ ദൈവം
വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ദൈവത്തെ തന്നെ സേവിക്കുമെന്നുള്ളതായ ആ തീരുമാനം, ആ ദാനിയേൽ എടുത്തതുപോലത്തെ ഒരു തീരുമാനം ഞാനും ദൈവസന്നിധിയിൽ എടുക്കുവാനിടയായി തീർന്നു. എനിക്ക് മക്കളെ ദൈവം തന്നാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിനെ തന്നെ ഞാൻ സേവിക്കുക. എനിക്കിനി ഒരു ആശുപത്രി സ്ഥാനത്ത് കടന്നുപോയി എനിക്ക് മരുന്ന് ചെയ്ത് എനിക്ക് കുഞ്ഞുങ്ങളെനിക്ക് വേണ്ടെന്നുള്ള ഒരു രീതിയിൽ ഞാൻ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് ഒരു ആരാധന കടന്നു വന്ന് ഞാൻ ആരാധനയ്ക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നു. എന്നാൽ എനിക്ക് പോകുവാൻ എനിക്ക് തീരെ വയ്യ. എങ്കിലും ഞാൻ ആരാധനയ്ക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ ആ ആരാധനയിൽ കൂടി ദേവദാസൻ സംസാരിക്കുവാനിടയായി തീർന്നു. കുഞ്ഞുങ്ങളില്ലാതെ വണ്ണം വളരെയധികം ഭാരപ്പെടുന്ന വ്യക്തികളുണ്ടെങ്കിൽ ഈ സമയം നിങ്ങൾ ദൈവത്തോട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ഭുതകരമായ വിടുതൽ സംഭവിക്കുമെന്ന് പറയുവാനിടയായി തീർന്നു. ഞാൻ വിശ്വസിച്ച് ദൈവസന്നിധിയിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഞങ്ങൾ കുടുംബമായാണ് ആ ആരാധനയ്ക്ക് കടന്നുപോയി. എൻ്റെ പ്രിയപ്പെട്ടവനും ആ സമയത്ത് കരങ്ങൾ ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിച്ച് ദൈവം അത്ഭുതം ചെയ്തു. ആ മാസത്തിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആകുവാനിടയായി തീർന്നു. എന്നാൽ ഈ ശരീരത്തിലേതായ വ്രണം വളരെയധികം എനിക്ക് വർദ്ധിച്ചു കൊണ്ടിരുന്നു. എനിക്ക് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞു ഉദരത്തിനകത്ത് ജനിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്കിൻ്റെതായ മരുന്നുകളൊന്നും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല. നിങ്ങളെ ഈ കാലിൻ്റെതായ അവസ്ഥ എന്ന് വെച്ചാൽ കാലിൻ്റെതായ തള്ളവിരലൊക്കെയും നല്ല പഴുത്ത് കുഴിഞ്ഞു പോകുവാനിടയായി തീർന്നു. ഡോക്ടർ പറഞ്ഞു ഇനി ഈ വിരൽ മുറിച്ച് മാറ്റുകയല്ലാതെ നിങ്ങൾക്കിനി ഇത് മരുന്ന് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് വേറൊരു ഡോക്ടറിൻ്റെ പേര് തന്നിട്ട് പറഞ്ഞു അവിടെ പോയി ഇത് കാലുകൊണ്ട് കാണിക്കുവാൻ പറഞ്ഞു. എന്നാൽ ഞാൻ പിന്നെ ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയായി തീർന്ന് എന്നോടുകൂടെ മറ്റ് ദൈവമക്കളൊക്കെയും പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ദേവദാസ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ വിശ്വാസത്തോടു കൂടി ഈ വ്രണമുള്ള ഭാഗത്ത് എണ്ണ പുരട്ടാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ വിശ്വസിച്ച് 3 മാസക്കാലം ബെഡ് റെസ്റ്റ് എടുക്കുന്നത് പോലെ ഞാൻ എൻ്റെ ഭവനത്തിനകത്തിരുന്ന് എണ്ണ എൻ്റെ ശരീരത്തിൽ പുരട്ടുവാനിടയായി തീർന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്ന് ദൈവം പൂർണ്ണമായി രോഗത്തിനെ വിടുവിക്കുവാൻ ദൈവം സഹായിച്ചു. അത് കഴിഞ്ഞു എനിക്ക് ദൈവം ഒരു ദാനമായൊരു പെൺകുഞ്ഞിനെ ദൈവം തരുവാനിടയായി തീർന്നു. ഗർഭിണിയായിരുന്ന സമയത്തൊക്കെയും അല്ലാതിരുന്ന സമയത്തൊക്കെയും ഞാൻ വളരെയധികം നിന്ദകൾ ഞാൻ അനുഭവിക്കുവാനിടയായി തീർന്നു. ഹന്നയുടെ ജീവിതത്തിനകത്ത് നോക്കാമെങ്കിലും അവളുടേതായ ജീവിതത്തിനകത്ത് കുടുംബത്തിനകത്ത് നിന്ന് തന്നെ പെനീനയുടേതായ കുത്തുവാക്കുകൾ അവളെ അധികം വേദനിപ്പിച്ചു കൊണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് എൻ്റേതായ ജീവിതത്തിനകത്തും കുഞ്ഞുങ്ങളില്ലാതെ വണ്ണായിരുന്ന സമയത്ത് വളരെയധികം ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളൊക്കെ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ അനുഭവിച്ചെങ്കിലും ദൈവീയമായ വാഗ്ദത്ത ജീവിതത്തിനകത്തുള്ളത് കൊണ്ട് ദൈവാത്ഭുതങ്ങളെ ദൈവം പ്രവർത്തിക്കുവാനിടയായി തീർന്നു. എനിക്ക് ദൈവം ദാനമായ ഒരു പെൺകുഞ്ഞിനെ ദൈവം തന്നു. കുഞ്ഞിനെ പ്രസവിച്ച് 30ാമത്തെ ദിവസം തന്നെ ഭവനത്തിൻ്റെതായ പ്രതിഷ്ഠ നടത്തി ഞങ്ങൾ ആ ഭവനത്തിനകത്തേക്ക് പ്രവേശിക്കുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് എനിക്ക് 2ാമത് പ്രഗ്നൻ്റ് ആകുവാനിടയായി തീർന്നു. പ്രഗ്നൻ്റായി 7 മാസമായപ്പോൾ ആശുപത്രി പോയി ടെസ്റ്റ് ചെയ്തപ്പോൾ പറയുകയാണ് എൻ്റെ കുഞ്ഞിന് കിഡ്നിക്കൊരു വീക്കമുണ്ട്. അത് 9 മാസത്തിൽ കടന്നു വരുന്നതായ ആ സമയത്ത് കിഡ്നിയുടെ വളർച്ച വരേണ്ടതാണ്. പക്ഷേ ഈ 7ാം മാസത്തിൽ നോക്കിയപ്പോൾ 9ാം മാസത്തിൽ വളർന്നു വരേണ്ടതായ ആ വളർച്ച കിഡ്നിക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോഴും പറഞ്ഞ് ഇത് ഭയങ്കര വീക്കാണ്, ഒന്ന് വയറ്റിൽ വെച്ച് എന്തെങ്കിലും സംഭവിക്കാം, ഇല്ലെങ്കിൽ ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് ഈ ആശുപത്രിയിൽ എന്തായാലും നോക്കുവാൻ കഴിയില്ല, നിങ്ങൾ SATയിലേക്ക് പോകണമെന്ന് പറഞ്ഞ് എന്തായാലും ഞങ്ങൾ ഈ വിഷയത്തിൻ്റെ മധ്യ ദൈവസ്ഥാനത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. എന്നിട്ട് 9ാം മാസം കടന്നുപോയി ചെക്ക് ചെയ്തപ്പോൾ 7ാം മാസത്തിൽ കണ്ട വളർച്ച തന്നെയാണ് 9ാം മാസത്തിലും കുഞ്ഞിനെ ആ കിഡ്നിയിൽ കാണുവാനിടയായി തീർന്നത്. എന്നാൽ ഡോക്ടർ പറഞ്ഞ് ഈ കുഞ്ഞിൻ്റെതായ ഈ പ്രതിസന്ധി സ്കാൻ ചെയ്തപ്പോൾ കണ്ടതുകൊണ്ട് കുഞ്ഞിനെ പ്രസവിച്ച് കുഞ്ഞ് 24 മണിക്കൂറിനകം വെച്ച് മലമൂത്ര വിസർജനം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോയി ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ അവിടെയും സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. കുഞ്ഞിനെ പ്രസവിച്ച് കൊണ്ടുവന്ന് 24 മണിക്കൂർ എന്നല്ല 3 മണിക്കൂറായപ്പോൾ തന്നെ കുഞ്ഞ് മലമൂത്ര വിസർജനം ചെയ്യുവാനിടയായി തീർന്നു. ഇന്നും എൻ്റെ പൈതൽ ആരോഗ്യമായിരിക്കുന്നു. അവനിന്ന് 7 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് 3ാമത് ഒരു ആൺകുഞ്ഞിനെ ദൈവം തരുവാനിടയായി തീർന്നു. ഇപ്പോൾ എനിക്ക് 10 വർഷക്കാലം കുഞ്ഞുങ്ങളില്ലാതിരുന്ന എനിക്ക് സ്വർഗത്തിലെ ദൈവം 3 കുഞ്ഞുങ്ങളെ തരുവാനിടയായി തീർന്നു. ഞങ്ങളെ കുടുംബജീവിതം അങ്ങനെ സന്തോഷകരമായി പോകുന്നതായ സമയത്താണ് മൂത്ത മോൾക്ക് 5 വയസ്സും 2ാമത്തെ മോന് 3 വയസ്സും ഏറ്റവും പൊടി കുഞ്ഞിന് 1.5 വയസ്സാകുന്നതായ സമയത്ത് എൻ്റെ ഭർത്താവ് ഒരു ഉപജീവന മാർഗത്തിന് കടന്നുപോയിട്ട് തിരിച്ചു വന്നതായ സമയത്ത് ഒരു പനിയുടെ ഭാരത്താലാണ് ഭവനത്തിലേക്ക് കടന്നു വന്നത്. അപ്പോൾ കോവിഡിൻ്റെ സമയമായിരുന്നു.
തീർന്നു. എന്നാൽ വീട്ടിൽ കടന്നു വന്ന് പനിയായിട്ട് വന്ന് അപ്പോഴെല്ലാവരും പറഞ്ഞു ഇത് കോവിഡിൻ്റെ വല്ല ആരംഭമായിരിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവിനെ ഭവനത്തിൽ ഒരു മുറിയിൽ അടച്ചിടുവാനിടയായി തീർന്നു. ഞങ്ങൾക്ക് 3 കുഞ്ഞു മക്കളായതുകൊണ്ട് അവർക്കും കൂടെ ഈ രോഗം പകരുമെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ പോലും അടുത്ത് കൊണ്ടുപോകാനോ എന്നെ പോലും അടുത്ത് കൊണ്ട് ചെല്ലുവാനോ ഇടയാകാതെ വണ്ണം എൻ്റെ ഭർത്താവിനെ മുറിക്കകത്ത് ഇടുവാനിടയായി തീർന്നെങ്കിലും ഞാൻ ദൈവവിശ്വാസത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഞാൻ അടുത്ത് പോകുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ ഇടയായി തീർന്നു. എന്നാൽ പിറ്റേ ദിവസം പറഞ്ഞ് എല്ലാവരും പറഞ്ഞു ഭയങ്കര ശരീരത്തിന് വെപ്രാളവും ചൂടിൻ്റെതായ അവസ്ഥയും എല്ലാം കടന്നു വന്നു. ഒരിടത്ത് എന്ത് ചെയ്യണം, വീട്ടിനകത്ത് പുറത്തിറങ്ങാൻ പറ്റാത്തതായ ഒരവസ്ഥ. ആ സമയത്ത് കോവിഡിൻ്റെതായ അസുഖങ്ങൾ മൂർച്ഛിച്ചു കൊണ്ടിരിക്കുന്നതായ ആ കാലഘട്ടമായിരുന്നു. എന്നാൽ എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയി കോവിഡിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ കോവിഡൊന്നും ഇല്ല. അപ്പോൾ ഒരു സമാധാനമായി വീട്ടിലേക്ക് വന്ന് അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ പറഞ്ഞു അത് കൗണ്ട് കുറഞ്ഞ പനിയാണെന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ആ പനി ആ ആശുപത്രിയിൽ കൊണ്ടുപോയി കൗണ്ട് കുറഞ്ഞ പനിയാണെങ്കിൽ ബ്ലഡൊക്കെ അടച്ചാൽ മതിയാകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ 2-3 ദിവസം നോക്കിയെങ്കിലും ഭർത്താവിന് ഒരു അസുഖത്തിന് ഒരു കുറവും വരാതെ വണ്ണമായിരുന്നതായ ഒരവസ്ഥ. അങ്ങനെ ഭർത്താവിനെ കൊണ്ട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുവാനിടയായി തീർന്നു. അവിടെ കൊണ്ടു ചെന്നപ്പോൾ തന്നെ വയറ് നല്ല വീർത്ത് വരുവാനിടയായി തീർന്നു. വയറ് വീർത്ത് അവർക്ക് എന്ത് രോഗമാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്തതായ ഒരവസ്ഥ വന്നു. നേരെ മെഡിക്കൽ കോളേജിലേക്ക് വിടുവാനിടയായി തീർന്നു. ഞങ്ങളുടെ ചർച്ചിലെ സെക്രട്ടറിയും അതുപോലെ തന്നെ വിശ്വാസികളൊക്കെ കൂടെ ചേർന്നാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയി നോക്കിയപ്പോൾ എൻ്റെ ഭർത്താവിന് എലിപ്പനിയാണെന്ന് പറയുവാനിടയായി തീർന്നു. എലിപ്പനി അത് അധികമായി അത് കരളിനെ ബാധിക്കുവാനിടയായി തീർന്നു. പിന്നെ അത് കിഡ്നിയെ ബാധിച്ചു, ഹാർട്ടിനെ ബാധിക്കുവാനിടയായി തീർന്നു. ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. ശരീരത്തിന് മേലെ നല്ല ഇത് നീര് വന്ന് ശരീരം നല്ലതുപോലെ വീർക്കുവാനിടയായി തീർന്നു. ആ വാർഡെന്ന് പറയുന്നത് അനേകം പേര് ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു വാർഡിനകത്താണ് എൻ്റെ ഭർത്താവിനെ കൊണ്ട് കിടത്തിയിരിക്കുന്നത്. ഭർത്താവ് അടുത്ത് കിടക്കുന്നവർ മരിക്കുമ്പോൾ പറയും അടുത്തും എൻ്റെ സമയമായി നിന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം ഞങ്ങളുടെ മേലുണ്ടായിരുന്നു. എനിക്കറിയാവുന്നവരെയൊക്കെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവരൊക്കെ പറയുവാനൊക്കെ ഇടയായി തീർന്ന ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന്. എന്നാൽ എൻ്റെ വീട് ഒരു മരണ വീടിൻ്റെതായ അവസ്ഥയിലേക്ക് കടന്നുപോയി. ഞാൻ 3 കുഞ്ഞുങ്ങളെയും വെച്ചു ഭവനത്തിലേക്ക് ഇരിക്കുമ്പോൾ എല്ലാവരും ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരും. പുറത്തുനിന്ന് അവരൊക്കെ സംസാരിക്കുന്നത് കേൾക്കും. എന്നാലും ഞാൻ ദൈവത്തോട് അവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ദൈവത്തോട് പറയും. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എൻ്റെ ഭർത്താവ് മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ഞാനും പറയും എൻ്റെ ഭർത്താവ് മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന്. എൻ്റെ ഭവനത്തിനകത്ത് എൻ്റെ മാതാവും പിതാവൊക്കെ രാത്രിയിലൊക്കെ വരും. മാതാവ് രാത്രിയിൽ വന്ന് കിടക്കുമെങ്കിലും അവർക്കും രാത്രിയാവുമ്പോൾ 1-2-3 ദിവസമൊക്കെ വന്ന് കിടന്നെങ്കിലും കുഞ്ഞുങ്ങളുടേതായ കരച്ചിലും അവരുടേതായ പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ അവർ പിന്നെ വരാത്തതായ ഒരവസ്ഥയായി തീർന്നു. എന്നാൽ ഞാൻ 3 കുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാത്രിയാമങ്ങളിൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ ഒന്നും അറിയാത്ത എൻ്റെ പൊന്നുമോനെ മക്കളെടുത്ത് ഞാൻ പറയും, മക്കളെ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ശരീരത്തിൽ മേലിനി ബ്ലഡ് അടയ്ക്കണം, ഇത് ഡയാലിസിസ് ചെയ്യണമെന്നൊക്കെ പറയുവാനിടയായി തീർന്നു. ഞാൻ മക്കളെടുത്ത് പറഞ്ഞു, മക്കളെ മനുഷ്യരുടെ രക്തം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പയ്ക്ക് ഒരു വിടുതലില്ല, യേശുവിൻ്റെ രക്തം കൊടുത്താൽ പപ്പയ്ക്ക് വിടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കുഞ്ഞുമക്കളുടേതായ പ്രാർത്ഥന ദൈവം കേൾക്കും, ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറയും. മൂത്ത കുഞ്ഞിന് 5 വയസ്സായി. അവളെ അറിയാന്നുള്ള രീതിയിൽ അവൾ പ്രാർത്ഥിക്കും. രണ്ടാമത്തെ മോനും അതുപോലെ. അവനാണെങ്കിൽ പതുക്കെയാണ് സംസാരിച്ചത്. അവനും അറിയാവുന്ന രീതിയിൽ അവനും പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, 3-ാമത്തെ ദിവസം രാത്രിയായപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെതായ ശരീരത്തിന് മേലെ രക്തം വരുവാനിടയായി തീർന്നു. 4-ാമത്തെ ദിവസം പൽക്കാലം ഡോക്ടർ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ ശരീരത്തെ കാണപ്പെടുന്നത് പോലെ തന്നതായ രക്തം ശരീരത്തിന്മേൽ വരുവാനിടയായി തീർന്നു. ഒരു പൂർണ്ണ ആരോഗ്യവനായി തീർന്നു. ഇനി നിങ്ങൾ ഭവനത്തിൽ കടന്നുപോയി റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു വീട്ടിലേക്ക് വിടുവാനിടയായി തീർന്നു. ഇന്ന് എൻ്റെ ഭർത്താവ് പൂർണ്ണ ആരോഗ്യത്തോടെ, സുഖത്തോടെ, ബലത്തോടെ
സന്തോഷത്തോടെ തന്നെ ആയിരിക്കുന്നു. ഉപജീവന മാർഗത്തിന് കടന്നു പോകുന്നു. ഞങ്ങൾ കുടുംബമായി തന്നെ ഞങ്ങൾ ദൈവത്തെ ഞങ്ങൾ ആരാധിച്ച് ഞങ്ങൾ മഹത്വപ്പെടുത്തി ഞങ്ങൾ ജീവിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നിരുന്നാലും അവിടെ എല്ലാം ഒന്നും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് തിന്മയ്ക്കായിട്ടല്ല, എല്ലാം നന്മയ്ക്കായിട്ട് അത്രയെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. അങ്ങനെ ഞങ്ങൾ കുടുംബജീവിതത്തെ ദൈവം ധന്യമാക്കി തന്നു. പലവിധമായ പ്രതികൂലങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നു. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിനകത്ത് പൈശാചികമായ പോരാട്ടങ്ങളുണ്ടായിരുന്നു. ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. എനിക്ക് ഒന്ന് ഭക്ഷണം പോലും കഴിക്കുവാനോ ഒന്നും കഴിയാത്ത ഒരു വളരെയധികം ഞാൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ അവസ്ഥയിൽ കൂടി ഞാൻ കടന്നുപോയി. പൈശാചികമായ ബന്ധനത്തിലായി ഞാൻ വളരെയധികം ഭാരപ്പെടുന്നതായ അവസ്ഥ, എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നറിയാത്തതായ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിനകത്ത് കടന്നുപോയി. ഞാൻ ഒരു മാനസിക രോഗിയെ പോലെ ആയിത്തീരുവാനൊക്കെ ഇടയായി തീർന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ഞങ്ങളുടെ സഭയിലേക്ക് കടന്നുപോയി പ്രാർത്ഥിച്ചു. ദൈവമക്കൾ പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ചു. എങ്കിലും എനിക്ക് വളരെയധികം എൻ്റേതായ മനസ്സിനകത്ത് വേദന കടന്നു വന്നു വെച്ചാൽ ഇത്രത്തോളം എല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കുന്നു, ഞാൻ ആലയത്തിൽ കടന്നു പോകുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിനകത്ത് എനിക്കൊരു വിടുതലില്ലല്ലോ എന്നുള്ള ഒരു വേദന എന്നെ ഇട്ട് ഭരിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രിയ മാതാവ് പിതാവൊക്കെ വേറൊരു ചർച്ചിലാണ് കടന്നു പോകുന്നത്. അപ്പോൾ പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ കടന്ന് നിങ്ങൾ പോകുന്ന സഭയിൽ കടന്നു പോകുന്നതിനേക്കാൾ ഞങ്ങളെ കൂടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഞങ്ങളുടെ സഭ വിട്ട് ഞങ്ങൾ അമ്മയും പപ്പയൊക്കെ ആരാധിക്കുന്ന ആ സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നു വരുവാനിടയായി തീർന്നു. അവിടെ കടന്നു വന്നു. അവിടെ നിന്ന് കുറച്ച് നാളൊക്കെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിലും പിന്നെ അവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എൻ്റേതായ ജീവിതത്തിനകത്തുള്ള ഒരു പ്രയാസങ്ങളും എനിക്കത് മാറിപ്പോകുന്നില്ല. എനിക്കത് കൂടി വരുന്നതല്ലാതെ ഞാൻ വേവിക്കുന്ന ഭക്ഷണം ഞാൻ കഴിക്കൂല. പുറത്ത് പോയിട്ട് ഞാൻ വീട്ടിനകത്ത് കയറി വന്നു കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സ് പോലും കാണുന്നത് എനിക്കൊരു പേടിയായിരുന്നു. രാത്രിയായാൽ ഞാൻ കിടന്നുറങ്ങൂല. രാത്രി ഞാൻ എഴുന്നേറ്റിരുന്നാണ് ഞാൻ നേരം വെളുപ്പിക്കുന്നത്. അത്ര വലിയ ഒരു പ്രയാസത്തിലൂടെ ഞാൻ കടന്നുപോയി. മറ്റുള്ളവർ നോക്കുമ്പോൾ എനിക്ക് ഒരു രോഗവുമില്ല, പക്ഷേ വീട്ടിനകത്ത് കയറുമ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു വിമ്മിഷ്ടമാണ്. അങ്ങനെ എൻ്റെ ഭർത്താവ് വിചാരിച്ച് ഇനി ഏതെങ്കിലും ഒരു മാനസികമായ ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ വേറൊരു സ്ഥലത്ത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിച്ചപ്പോഴാണ് പറയുന്നത്, നിങ്ങൾ ഏത് ആലയത്തിലാണോ നിങ്ങൾ ഉറച്ചു നിന്നത് അവിടെ തന്നെ നിങ്ങൾ മടങ്ങിപ്പോകണം. അവിടെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് പലവിധമായ പദ്ധതികളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ ആലയത്തിലേക്ക് തന്നെ മടങ്ങിപ്പോകുവാൻ പറഞ്ഞു. ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയോ പ്രിയ ദൈവമക്കളെ, ഞങ്ങളെ നിർത്തിയ സ്ഥാനത്ത് തന്നെ ഞങ്ങൾ കടന്നു വരുവാനിടയായി തീർന്നു. പലപ്പോഴും നമ്മളൊരു സ്ഥാനത്ത് നിൽക്കുമ്പോൾ, നമ്മൾ യേശുവിനെ അറിഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ, ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഓരോ പദ്ധതികൾ ഉണ്ടായിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ ജീവിതത്തിനകത്ത് കഠിനമായ പ്രയാസങ്ങളൊക്കെ കടന്നു വരുന്നത്. ആ സ്ഥാനത്ത് നമ്മൾ കണ്ടുണരാതെ വണ്ണം നമ്മൾ പിന്നെയും നമ്മൾ ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ആ ദൈവത്തെ നമ്മൾ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ ദൈവം നമ്മളെ പ്രാർത്ഥന കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉപവസിക്കുന്നു, നമ്മൾ കരയുന്നു, നമ്മളിതൊക്കെ ചെയ്യുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ ആരാധിക്കുന്നു, ഇതൊക്കെ ചെയ്തിട്ടും എന്തുകൊണ്ട് ദൈവമേ നമ്മുടെ ജീവിതത്തിനകത്ത് ഇതൊന്നും വിടുതൽ വരുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പുറകോട്ട് മാറിപ്പോകാനല്ല. ദൈവം നമ്മളെ ഒരു സ്ഥാനത്താക്കി വച്ചിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വളരെയധികം പദ്ധതികളുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞ്, എൻ്റെ ഭർത്താവ് കിടന്നതായ സമയത്ത് എൻ്റെ മാതാവും പിതാവൊക്കെ വന്ന് അവിടെ ഭവനത്തിനകത്ത് വന്ന് കിടക്കുമെങ്കിലും കുഞ്ഞുങ്ങളുടേതായ പ്രയാസം കാരണം അവിടുന്ന് കടന്നു പോകുമെന്ന്. പക്ഷേ ആ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴാണ് എൻ്റെ മനസ്സിനകത്തൊരു ചിന്ത കടന്നു വരുവാനിടയായി തീർന്നത്. മനുഷ്യർ നമുക്ക് ഒരു പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ഒരു പരിധിവരെ നമ്മളെ അവർ ആശ്വസിപ്പിക്കാനിടയായി തീരുമെന്നാൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം മാത്രമേ ഉള്ളൂ. നമ്മുടെ യേശു മാത്രമേ നമ്മളെ ആശ്വസിക്കുകയുള്ളൂ. ദൈവത്തിനൊരു മനുഷ്യനെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, അതായത് എന്നെക്കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം അതിൽ കൂടെ മാത്രമേ നമ്മളെ കൊണ്ടുവരികയുള്ളൂ. അപ്പോഴൊക്കെ എനിക്ക് വേദന വന്നിട്ടുണ്ട്. എന്താണ് എൻ്റെ മാതാവ് കടന്നു വരുന്നു, അവർ ഒരു താങ്ങാറ്റ് നമുക്ക് നിൽക്കാതെ വണ്ണം കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞ് കടന്നു പോകുന്നു. എന്നാൽ രാത്രിയാമങ്ങളിൽ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ചിലപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെതായ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പിന്നീടിലാണ് മനസ്സിലായി കഴിഞ്ഞത്, ഒരു
ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മാതാവ് അല്ലെങ്കിൽ ഒരു പിതാവ് അല്ലെങ്കിൽ മറ്റ് സഹോദരങ്ങൾ നമ്മളെ ആശ്വസിപ്പിക്കാനുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിയില്ല. നമ്മൾ ചിലപ്പോൾ അവരിൽ നമ്മൾ ആശ്രയിച്ചു പോകും. അതുകൊണ്ടാണ് കർത്താവ് ആ സമയത്തൊക്കെ നമ്മളിൽ നിന്ന് നമ്മളെ പ്രിയപ്പെട്ടവരെ ദൈവം മാറ്റി നിർത്തുന്നത്. അങ്ങനെ എൻ്റെ കർത്താവിനോട് എനിക്ക് കൂടുതൽ അടുക്കുവാനിടയായി തീർന്നു. ദൈവം വളരെ വളരെയധികം ഉപകാരങ്ങൾ ചെയ്തു തന്നു. ദൈവം ഇന്ന് ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങൾ കുടുംബമായി ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളെ പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും ദൈവം വിടുവിച്ചു. തലമുറകളില്ലാതെ വണ്ണം വളരെയധികം നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത് ദൈവം 3 കുഞ്ഞുങ്ങളെ തരുവാനിടയായി തീർന്നു. ഒരു ഭവനമില്ലാത്ത സ്ഥാനത്ത് ദൈവം ഒരു ഭവനം ദൈവം തന്നു. ഇന്ന് ഞങ്ങൾ കുടുംബമായി ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ ഞങ്ങൾ ജീവിക്കുന്നു. മാനസികമായി തകർന്നുപോയ സന്ദർഭങ്ങളിൽ ഒരു വിടുതലിനായി ആഗ്രഹിച്ച നാളുകൾ. പരീക്ഷകൾ ജീവിതത്തിൽ അനുവദിക്കുമ്പോഴും പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഒരുക്കും എന്ന ദിവ്യവചനം പോലെ പ്രതിസന്ധികളെ ജയിക്കുവാൻ ഈ സഹോദരിക്ക് സാധിച്ചു. ആർദ്രമായ ദൈവസ്നേഹത്തിൻ്റെ ദിവ്യസ്പർശനം ഈ സഹോദരിയുടെ ജീവിതത്തിൽ സൃഷ്ടിച്ച മാറ്റം അത്ഭുതാവഹമാണ്. കുഞ്ഞുങ്ങളില്ലാതിരുന്നതായ സ്ഥാനത്ത് എനിക്ക് ദൈവം ഒരു ഭവനത്തിൻ്റെതായ പകുതിയായിരുന്ന സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. എന്നാൽ അതിന് തൊട്ട് മുമ്പുള്ളതായ സമയത്ത് ഒരു ദിവസം എൻ്റെ ഭർത്താവ് ഉപജീവനമാർഗത്തിന് പോകാതെ വണ്ണം വീട്ടിലായിരുന്നു. അപ്പോഴേ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ സന്തോഷത്തോടെ ഞങ്ങൾ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഭർത്താവിനെ കാണുന്നില്ല. ഞാൻ അവിടെ എല്ലാം പോയി അന്വേഷിച്ചതായ സമയത്ത് അവിടെയൊന്നും കാണുന്നില്ല. അങ്ങനെ പുതിയ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെല്ലുമ്പോൾ ആ മുറിയുടെ ഒരു കോണിലിരുന്ന് വളരെ വേദനയോടുകൂടി ദൈവത്തോടിരുന്ന് കരയുന്നു. പക്ഷേ 10 വർഷം എനിക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിലും എന്നെ ഒരു വാക്ക് കൊണ്ട് പോലും നിനക്ക് മക്കളില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നെ ഒരു വാക്ക് കൊണ്ട് പോലും എന്നെ വേദനിപ്പിച്ചിട്ടില്ല. ഹന്നയുടെ ജീവിതത്തിനകത്ത് നോക്കാമെങ്കിലും അവൾക്ക് മക്കളില്ലായിരുന്നു. പലവിധമായ കുത്തുവാക്കുകൾ അവളുടെ ആ ജീവിതത്തിനകത്ത് കടന്നു വന്നെങ്കിലും അവളുടേതായ ഭർത്താവ് അയൽക്കാൻ അവളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ഒരു വാക്ക് പോലും അവളെ വേദനിപ്പിച്ച് പറയാതെ വണ്ണമായിരുന്നു. അപ്രകാരം തന്നെയായിരുന്നു എൻ്റെ ഭർത്താവും. ഒരു വാക്ക് പോലും എന്നെ വേദനിപ്പിക്കുകയോ ഒരു വാക്ക് പോലും പറയാതിരുന്നു. എന്നാൽ എൻ്റെ ഭർത്താവ് ആ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് ആ മുറിയിലിരുന്ന് മുട്ടുകുത്തി ദൈവത്തോട് നിലവിളിക്കുന്നതായ ആ വേദന കണ്ടപ്പോൾ എൻ്റെതായ ഹൃദയം വല്ലാതെ വേദനിക്കുവാനിടയായി തീർന്നു. ഇത്രയും കാലം ഞാൻ കുഞ്ഞുങ്ങളില്ലാതെ വണ്ണം ഞാൻ വേദനിച്ചു. എന്നാൽ എൻ്റെ ഭർത്താവ് എന്നെ ആശ്വസിപ്പിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത്രത്തോളം ഒരു വലിയ വേദനയോടുകൂടിയാണ് എൻ്റെ ഭർത്താവ് നടക്കുന്നതല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ അന്ന് രാത്രികാലം കഴിഞ്ഞ നാളുകൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതലും ആഴങ്ങളിലേക്ക് ഇറങ്ങി ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ആ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവാത്ഭുതങ്ങളെ ദൈവം പ്രവർത്തിക്കുവാനിടയായി തീർന്നു. എന്നാലും പ്രിയ ദൈവമക്കളെ, എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് നേരിട്ട് കൊണ്ടിരുന്നാലും നമ്മളെ അതിൽ നിന്നൊക്കെ വിടുവിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെപ്പോഴും നമ്മൾ ഉറപ്പും ധൈര്യവും ഉള്ളവരായി തന്നെ നമ്മൾ ജീവിക്കണം. നമ്മുടെ യേശു നമ്മളെ ഒരു നാളും കൈവടിയല്ല എന്നു പറഞ്ഞാൽ ഞാൻ ദൈവങ്ങളെ സേവിച്ചു കൊണ്ടിരുന്നതായ സമയത്തുള്ളതായ സമാധാനം സന്തോഷമല്ല എനിക്ക് എൻ്റെ കർത്താവിനെ അറിഞ്ഞ് കടന്നു വരുമ്പോൾ ഉണ്ടായിരുന്നതായ സന്തോഷവും സമാധാനവും. എൻ്റെ പ്രിയ പിതാവ് വെറും മദ്യപാനിയായിരുന്നു. കുടുംബജീവിതത്തിനകത്തൊരു സമാധാനമില്ലാത്ത ഒരു അന്തരീക്ഷമായിരുന്നു. സന്തോഷം എന്തെന്ന് പോലും ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത ഒരവസ്ഥ എൻ്റെ ജീവിതത്തിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. നേരെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കുവാനോ ഞങ്ങൾക്ക് നല്ലൊരു വസ്ത്രം ധരിക്കുവാനോ ഇല്ലാതിരുന്ന കാലഘട്ടം കിട്ടുന്ന പണമെല്ലാം എൻ്റെ പ്രിയ പിതാവ് മദ്യപിച്ച് കളയുമായിരുന്നു. എന്നാൽ എൻ്റെ യേശുവിനെ അറിഞ്ഞതിന് ശേഷം എനിക്ക് ദൈവം ഒരു കുടുംബജീവിതം തന്നതിന് ശേഷം എൻ്റെ സമാധാനം ലോകം തരുന്ന സമാധാനമല്ല ദൈവീയ സമാധാനം. ആ സമാധാനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നു. ആ കർത്താവ് നിങ്ങളെയും സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിച്ച ദൈവം നിങ്ങളെ കുടുംബത്തെയും എന്നെ കേൾക്കുന്ന സകലവരെയും ദൈവം സ്നേഹിക്കുന്നു. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ കടന്നു വരണം. യേശുവിനെ നിങ്ങൾ അറിഞ്ഞവരായിരിക്കാം. എന്നാലും പ്രയാസങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ ഇതൊന്നും നമ്മുടെ യേശു കാണുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ യേശു കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ യേശു അത് അറിയുന്നില്ല എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ദൈവം ഏത് സ്ഥാനത്ത് കൂടെ ആയിരുന്നാലും ദൈവം നമ്മളെ കൊണ്ടുവരുവാനിടയായി തീരും. ചിലപ്പോൾ നമ്മളെ മനുഷ്യൻ കൈവിട്ടെന്നിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി മനുഷ്യൻ്റെ അടുത്ത് പോയി നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ അവർ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് തന്നിരിക്കും. പക്ഷേ അത് കഴിയുമ്പോൾ അവരെല്ലാം നമുക്ക് തരുന്നതിനൊരു പരിധിയുണ്ട്, അവരെ ആശ്വസിപ്പിക്കുന്നതിനൊരു പരിധിയുണ്ട്. എന്നാൽ അതിന് പരിധികൾക്കപ്പുറമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം, അതായത് നമ്മുടെ യേശു നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വന്ന ഏത് പ്രതിസന്ധികളുടെ മധ്യയായിരുന്നാലും കർത്താവ് നമ്മളെ അതിൽ നിന്നൊക്കെയും ദൈവം നമ്മളെ നടത്തുവാനിടയായി തീരും. നിന്ദിക്കുന്നവരുടേതായ മധ്യത്തിൽ ദൈവം നമ്മളെ മാനിക്കുവാനിടയായി തീരും. ചിലപ്പോൾ നമ്മൾ ബൈബിൾ
എടുത്തുകൊണ്ട് നമ്മൾ ആലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും, ഇതൊക്കെ അവരുടെ ജീവിതത്തിനകത്ത് ഇതൊക്കെ ചെയ്തിട്ട് ഒരു വിടുതലില്ലല്ലോ, ഇതൊന്നും കാണുന്നില്ലല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ ആ നിന്ദിക്കുന്നവരുടെ മധ്യക്കേയും ഒരു സമയം ദൈവം മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ യേശു. നമ്മളെ ദൈവം ഒരു നാളും നമ്മളെ കൈവിടില്ല. കർത്താവിനെ നമ്മൾ ചിലപ്പോൾ അറിഞ്ഞു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് പല കഷ്ടങ്ങളും പ്രയാസങ്ങളും ഞെരുക്കങ്ങളൊക്കെ കടന്നു വരും. ഇവിടെ നമ്മൾ ആ കഷ്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നാലും ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവിടെ അതിൽ നിന്നൊക്കെ യഹോവ നമ്മളെ എഴുന്നേൽപ്പിക്കുമെന്ന്. അപ്രകാരമെങ്കിൽ ദൈവം നമ്മളെ ഒരു നാളും ദൈവം നമ്മളെ കൈവിടിയുന്ന ദൈവമല്ല. നമ്മൾ ഈ ലോകത്ത് നമ്മൾ അല്പകാലം നമ്മൾ കഷ്ടത നമ്മൾ അനുഭവിച്ചിരുന്നാലും അതൊക്കെ ദൈവം മാറ്റി നമുക്കൊരു നിത്യത ദൈവം കരുതി വച്ചിട്ടുണ്ട്. ആ നിത്യതയിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങി പ്രവേശിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, എന്നെ സ്നേഹിച്ച ദൈവം നിങ്ങളെ കുടുംബത്തെ സ്നേഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യത്തിൽ നിന്നിരുന്നു കൊള്ളുന്ന ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.